Hello friends, welcome back to my channel made by Arundhati. Tasty evening snack ആയിട്ടുള്ള പഴംപൊരി നമുക്കിന്ന് ഉണ്ടാക്കാം. അതിൻ്റെ ബാറ്ററിനായിട്ട് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഡ്രൈ മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് 3/4 കപ്പ് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. പഴംപൊരി മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഈവനിങ് സ്നാക്കാണ്. അതും നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ്. നല്ല പഴുത്ത ഏത്തപ്പഴത്തിൽ പഴംപൊരി ഉണ്ടാക്കിയാൽ ടേസ്റ്റ് അടിപൊളിയായിരിക്കും. ബാറ്ററിലെ കട്ടകളൊക്കെ ഉടച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആവുമ്പോഴേക്കും അതിനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പഴം റെഡിയാക്കാം. ഞാനിവിടെ 5 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നല്ല വൃത്തിയായിട്ട് എടുക്കണം. ഞാൻ ഒരു പഴത്തിനെ 4 ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ഞാൻ പഴം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തത്. ആദ്യം അതിനെ സെൻറ്ററിലൂടെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പീസിനെയും സെൻറ്റർ വെച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാ പഴവും കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പഴം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാൻ വച്ച് അതിൽ ഓയിൽ ചൂടാക്കാം. ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കിയതിന് ശേഷം ഓരോ പീസസ് ആയിട്ട് നമുക്ക് ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുമ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പറ്റിയ പാത്രം എടുക്കുന്നതാണ് നല്ലത്. ഞാൻ എടുത്ത പാത്രം കുറച്ച് പരന്ന പാത്രം ആയതുകൊണ്ട് എനിക്ക് ഓയിൽ ഇതിൻ്റെ മുകളിൽ കൂടി കോരി ഒഴിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു സൈഡ് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോഴേക്കും നമ്മൾക്ക് എല്ലാ പീസസിനെയും തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ തിരിച്ചിട്ട സൈഡും കൂടി മൊരിഞ്ഞ് വരണം. ആ ടൈമിലും ഞാൻ കുഴിയുള്ള പാത്രം എടുക്കാത്തത് കൊണ്ട് എനിക്കിതുപോലെ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ എന്ന് പറയുമ്പോൾ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. 2 സൈഡും നന്നായി മൊരിഞ്ഞു കഴിയുമ്പോൾ പഴംപൊരി നമുക്ക് ടിഷ്യൂ പേപ്പർ ലൈൻ ചെയ്ത ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പഴംപൊരിയിൽ അധികം എണ്ണ ഉണ്ടാവില്ല. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.